ഹായ്, വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംഭവം അതിരാവിലെ ടൈമാണ് അല്ലേ? ഇന്ന് നമ്മളൊരു ഔട്ട്ഡോർ കുക്കിംഗ് ആണ് പ്ലാൻ ചെയ്യണത്. സ്ഥലം പോണ വഴിക്ക് ഞങ്ങൾ പറയാം. ഇപ്പൊ തന്നെ സ്ഥലം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ചെറിയൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോവാന്നുള്ളൊരു ലക്ഷ്യത്തിലാണ്. അപ്പൊ 1, 2, 3 സ്ഥലങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വണ്ടി കയറിയിട്ട് ഇനി ഏത് സ്ഥലത്തേക്ക് തീരുമാനിക്കണുള്ളൂ. ഒരു 3 സ്ഥലം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ഇന്ന് ലഞ്ച് ഞങ്ങളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അത് ഒരു പുഴ പോലുള്ള ഒരു സ്ഥലങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തെരഞ്ഞു പോകണം, ഒരു ഫോറസ്റ്റ് പോലെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ. പോണ പോക്ക് നമുക്ക് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അതെ. അപ്പോ ഇത് നമ്മളിന്നൊരു പുതിയൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ സുബിൻ, നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് നമ്മുടെ വണ്ടിയിൽ വെക്കാം അല്ലേ? ഓക്കെ, അപ്പൊ സാധനങ്ങൾ എടുത്ത് നമ്മളിന്ന് ലഞ്ച് പ്ലാൻ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസ്. അതിനുള്ള വെജിറ്റബിൾസ് മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ചിക്കൻ പർച്ചേസ് ചെയ്യേണ്ടത്. അതെ, ചിക്കൻ പോണ വഴിക്ക് ഫ്രഷ് ചിക്കൻ വാങ്ങിക്കാം എന്നാണ് പ്ലാന്. ഇതാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ, നമ്മുടെ ആയുധങ്ങൾ. അപ്പൊ ഏകദേശം എല്ലാ സാധനങ്ങളും സെറ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടരാം അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് റെഡി ആവാം അല്ലേ? ഓക്കെ. അപ്പൊ ഒരു ചിക്കൻ സ്റ്റാൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ചിക്കൻ സ്റ്റാളിൽ ഇപ്പൊ നമ്മൾ വണ്ടി നിർത്തി. അതെ അതെ. അപ്പൊ നമ്മൾ ചിക്കൻ വാങ്ങി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മള് പ്ലേസ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലേസ് ഇപ്പൊ 3 പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മലമ്പുഴ സൈഡിലേക്കാണ് ഞങ്ങൾ എന്തായാലും പോകുന്നത്. അപ്പം മലമ്പുഴ സൈഡിൽ ഇപ്പോ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മലമ്പുഴ സൈഡില് ഫോറസ്റ്റ് സൈഡുകളുണ്ട്. പിന്നെ എന്നെ കാണുന്നില്ല, ഇപ്പൊ കണ്ടില്ലേ? മലമ്പുഴ റൂട്ടില് അതെ അടിപൊളി ഏരിയകൾ നിങ്ങൾക്ക് കാണിച്ചു. അതായത് ഫോറസ്റ്റ് സൈഡുകളുണ്ട്, പിന്നെ കവുണ്ട്, പിന്നെ ആനക്കല്ലുണ്ട്. നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പിന്നെ മലയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഇപ്പൊ വെള്ളം ഉണ്ടാവില്ല, കാരണം ഇപ്പൊ നല്ല വേനലാണ്. നല്ല വ്യൂ പോയിന്റുകൾ ഉണ്ട്, എല്ലാം കാണിച്ചു തരാം. റൂട്ടൊക്കെ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് റൂട്ട് കാണാം അല്ലേ? കാണിച്ചു തരാം. കാരണം നേച്ചുറൽ പ്ലേസ് ആയിരിക്കും നമ്മൾ പോകുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഡിസ്റ്റർബ് ഇല്ലാത്തൊരു പ്ലേസ്. കാരണം ഒന്നുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത കാം ആൻഡ് ക്വയറ്റ് പ്ലേസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ഏരിയയിൽ പോയിട്ട് നമുക്ക് ഇതിപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ടൂറിസ്റ്റ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അതൊരു ഡിസ്റ്റർബൻസ് വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ ടൂറിസ്റ്റ് ഏരിയ അവോയ്ഡ് ചെയ്ത് പോകണം. അവോയ്ഡ് ചെയ്ത് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ പോയിട്ട് ചെറിയൊരു രീതിയിൽ കുക്കിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു പ്ലേസ് നമ്മൾ കണ്ടെത്തില്ലേ? അങ്ങനെ ഒരു പ്ലേസ് നമുക്ക് ലൊക്കേഷൻ കണ്ടെത്താം. അപ്പോൾ നമുക്കിനി റൈറ്റില്ലേ 100 ഫീറ്റ് റോഡ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? മലമ്പുഴ 7 കിലോമീറ്റർ. മലമ്പുഴ 7 കിലോമീറ്റർ. ഇതൊരു പാലം. ഈ പാലം നമ്മുടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഇത് മലമ്പുഴയിലേക്ക് എത്തുന്ന, മലമ്പുഴയുടെ മെയിൻ വെള്ളം വരുന്ന, മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം വരുന്ന മെയിൻ പാലമാണിത്, മെയിൻ പുഴയാണിത്. ഈ പൈപ്പ് കാണുന്നത് അതെ, ശുദ്ധജലം പാലക്കാട്ടിലേക്കുള്ള കുടിവെള്ളമാണിത്. ഈ പാലം കംപ്ലീറ്റ് നല്ലപോലെ മൂടിയ ഒരു സമയം ഉണ്ടായിരുന്നു നമ്മുടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത്. അതെ 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 അതെ.
അതായത് പാലക്കാട്ടിൽ നിന്ന് വണ്ടി ഇറങ്ങിയപ്പോ ചെറിയൊരു മഴ ഇങ്ങനെ തുള്ളി വെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ നല്ല വെയിലും ഉണ്ടല്ലോ. പക്ഷെ ഈ ഭാഗത്ത് ഇപ്പൊ നല്ല വെയിലായി പെട്ടെന്നല്ലേ. ഒരു 2 കിലോമീറ്ററിലെ മഴ മാറി. അതെ, 2 കിലോമീറ്ററിലെ മഴ, ചാറ്റൽ മാത്രമേ ഉള്ളൂ. അതെ അതെ. ഇപ്പൊ നമ്മള് മലമ്പുഴ ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ആ കവാടം കാണുന്നതാണ് മലമ്പുഴ പാർക്കിലേക്കുള്ള കവാടാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പോ ഇത് ഏകദേശം ഒരു പണി കഴിഞ്ഞിട്ടൊരു കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ഈ കവാടം അല്ലേ. ഏകദേശം ഒരു 5-6 വർഷമായിട്ടുള്ളൂ. ഇതാണ് ഗാർഡനിലേക്കുള്ള എൻട്രൻസ്. ഇപ്പം മലമ്പുഴ ഡാം പണി സ്റ്റാർട്ട് ചെയ്തത് 1949 മാർച്ചിൽ. പിന്നെ 6 വർഷങ്ങൾക്ക് ശേഷം 1955 പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തതും ആ ജലസംഭരണി വന്നതും ഒക്ടോബർ 1955 അല്ലേ. 6 കൊല്ലം പണിയെടുത്തു. പിന്നെ 23 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിന്റെ ചുറ്റളവ്. അപ്പൊ അത്രയും വലിയൊരു ഏരിയയിലാണ് നമ്മുടെ മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഏകദേശം പാലക്കാട് ടൗണിൽ ഒരുപാട് പഞ്ചായത്തുകൾക്ക് വെള്ളം മലമ്പുഴ ഡാം കൃഷി ആവശ്യങ്ങൾക്കും അതെ ഇറിഗേഷൻ കുടിവെള്ളമായിട്ട് നല്ല മലവെള്ളല്ലേ. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ഇവിടെ 2-3 സ്ഥലത്ത്. നമ്മളൊന്ന് വിളിച്ചു നോക്കിയിട്ട് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് ആ ഭാഗത്തേക്ക് നമുക്ക് തിരിയാം. അപ്പൊ നമുക്ക് ഈ ഭാഗത്തേക്ക് പോയ ഫോറസ്റ്റ് ഏരിയ, ആ ഭാഗത്ത് പോയ ആനക്കല്ല്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അല്ലേ. ഇതാണ് മലമ്പുഴ ഡാമിൽ വെള്ളം വരുന്ന ഷട്ടർ. അതെ, പക്ഷെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അല്ലേ. മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. ഒരു മൂടലല്ലേ. ഒരു ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചില സമയങ്ങളിലൊക്കെ ബോട്ടിംഗ് ഉണ്ടാവും. ഇതാണ് ആനക്കല്ല് റൂട്ട് അല്ലേ. ആനക്കല്ല് റൂട്ടല്ല, ഇത് ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. നേരെ പോയി കഞ്ചിക്കോട് കട്ട് ചെയ്യണം. ഇൻഡസ്ട്രി ഏരിയയില് ഇപ്പൊ നമ്മള് 2-3 പേരെ വിളിച്ചു. അപ്പൊ 2 പേര് ടെലിഫോൺ എടുത്തു. അപ്പൊ 2 സബ്സ്ക്രൈബറും നമ്മൾ ആ ഭാഗത്തേക്ക് വരാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലം ആനക്കല്ല് ഭാഗത്താണ്. ഏകദേശം ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു അല്ലേ. 20-22 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു. അപ്പൊ നമ്മൾ ആനക്കല്ല് പുഴകളും മറ്റു സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. നമ്മളിതുവരെ പോയിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്നാണ് ഇപ്പൊ പ്ലാൻ ഇടുന്നത്. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ വണ്ടിയിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ പ്ലേസ് കണ്ട് ഇങ്ങനെ പോവാ അല്ലേ. യെസ്, ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് അല്ലേ. പുതിയൊരു ആർട്ട് ഗാലറി ഉണ്ട്, കേരള ലളിതകല അക്കാദമി. റോക്ക് ഗാർഡൻ ഇവിടെയാണ് അല്ലേ. റോക്ക് ഗാർഡൻ മലമ്പുഴയിലെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. ചെലവഴിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. മലമ്പുഴയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പാർട്ടായിട്ട് ഓരോരോ ഗാർഡൻസ് ആണ്. ഇപ്പൊ റോക്ക് ഗാർഡൻ, സ്നേക്ക് പാർക്ക്, ഫിഷ്. ഇപ്പൊ മലമ്പുഴ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിൽ ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് മലമ്പുഴ ഗാർഡൻസ് ആണ്. അത് ശരിക്കും എൻറ്റയർലി പാർക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ റോക്ക് ഗാർഡൻ, പിന്നെ അതേപോലെ സ്നേക്ക് പാർക്ക്, പിന്നെ ഫിഷ് അക്വേറിയം, പിന്നെ ആർട്ട് ഗാലറി. അങ്ങനെ ഒക്കെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോരോ സംഭവങ്ങളാണ്. എല്ലാറ്റിനും വെവ്വേറെ ടിക്കറ്റ് എടുത്തിട്ട് പോകണം. എല്ലാം ഡാമിന്റെ അടുത്ത് തന്നെ. എല്ലാം ഡാമിന്റെ ഒരു 3 കിലോമീറ്റർ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ ഏറ്റവും വലുത് ഡാം തന്നെയാണ്. വൈകുന്നേരം വരെ ചെലവഴിക്കാൻ പറ്റിയ, വൈകുന്നേരം അല്ല, ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു കഴിയില്ല. പാലക്കാടിന് ഒരുപാട് കാണാനുണ്ട് വേറെ. അപ്പൊ നമുക്ക് ആനക്കല്ലിലേക്ക് തിരിയല്ലേ. അപ്പൊ നമ്മളിപ്പോ ഫിക്സ് ചെയ്തത് ആനക്കല്ലിലേക്കാണ്. അപ്പൊ നമ്മള് വണ്ടി തിരിക്കുന്നതും ആനക്കല്ലിലേക്കാണ്. ഇതവിടെ ബോർഡ് കണ്ടോ? ആനക്കല്ല് വലിയ പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ക്രിസ്ത്യൻ ചർച്ചൊക്കെ ഉണ്ട്. അതിലൂടെ അങ്ങനെ കയറി പോവാണ്. അത്യാവശ്യം കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആനക്കല്ല് നല്ലൊരു സ്ഥലമാണെന്ന്. സംഭവം ഈ മരത്തിന്റെ ഇതെന്തറിയോ, നമ്മുടെ ഇരുൾ എന്നുള്ളൊരു മരമാണ്. കടുപ്പം കൂടിയ ഒരു മരമാണ്. ഇതിപ്പോ നമ്മുടെ ശരിക്കും ഇപ്പൊ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ആനക്കൽ റൂട്ടിലുള്ള ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. പണ്ട് നമ്മുടെ ഒരു ഷൂട്ടിംഗ് ഉണ്ട് പ്ലേസിൽ നിന്നാണ് നമ്മുടെ അത്ഭുതദ്വീപ്, വിനയൻ സാറിന്റെ അത്ഭുതദ്വീപ് എന്ന സിനിമ ഷൂട്ടിംഗ് നടന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്.
ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലാണ് അവരുടെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു അടിപൊളി സെറ്റായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ആ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്നതാണ് ഈ സ്ഥലത്തേക്ക്. ഇനി നമുക്ക് മുന്നോട്ട് പോകല്ലേ. അങ്ങനെ ഒരു ഓർമ്മ. ഇവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. ആ അരുവിയിൽ ഒരു തെങ്ങ് പാലമായ ഒരു സീനാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം. താഴെ ഇറങ്ങി നമുക്ക് ആ തെങ്ങിന്റെ മേലെ കൂടെ ഒന്ന് നടന്നു നോക്കാം. പാലല്ലേ? അതെ. ഇങ്ങനെയാണല്ലേ അവിടെ നടക്കല്ലേ? അഭിനയിക്കാൻ വേണ്ടി വീട് ചാടി. വന്നോളെ. ഞാൻ എന്തായാലും ഇതിലേക്ക് ചാടും. വെള്ളമില്ലാത്തോണ്ട് ധൈര്യത്തിൽ ചാടാം. ഞാനൊരു സാഹസിക കാണിക്കാൻ പോകും. പാലത്തിൽ കൂടി അല്ല ഞാൻ കയറിയത്. എല്ലാവരും പാലത്തിൽ കൂടി കയറുമ്പോൾ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആവണ്ടേ. അപ്പോൾ പാലം മാറി ചാടി. ഇതാണ് മരല്ലേ? എങ്ങനെയുണ്ട്? തെങ്ങ് ഇങ്ങനെ ബ്രിഡ്ജ് പോലെ പാലം പോലെ കിടന്ന് വിടം തട്ടിയിട്ട് ഇങ്ങനെ പോയിരിക്കും. അപ്പോൾ ഒറ്റ തെങ്ങിന്റെ പാലം ക്രോസ് ചെയ്യണമെന്ന് എല്ലാവരും ഒരു ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞു. പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടപ്പോഴാണ് ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ നമ്മളിനിപ്പോൾ ആനക്കല്ലിലേക്ക് എൻ്റർ ചെയ്യാറായി. ഇനിയിപ്പോൾ ഒരു മാക്സിമം വന്ന ഒരു 8 കിലോമീറ്റർ അല്ലെങ്കിൽ 9 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി അധികം സ്ഥലങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏതൊരു സ്ഥലം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് പറ്റുകയാണെങ്കിൽ അവിടെ ഒന്ന് കയറും. പിന്നെ നേരെ നമ്മൾ അങ്ങോട്ട് എത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് കയറല്ലേ? ശരി. കാടാണല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ ഫോറസ്റ്റ് കംപ്ലീറ്റ് കാടാണ്. ഫോറസ്റ്റ് കംപ്ലീറ്റ് പള്ളികളാണ് പറയാം. ഇനിയിപ്പോൾ ഒരു സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്യാണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം ഈ സ്ഥലമാണ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാടും മരങ്ങളും ജലാശയങ്ങളും എല്ലാം നാച്ചുറൽ സൗണ്ട് ഇല്ലേ? അതെ. നമുക്ക് എന്തായാലും ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ നല്ലൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ശരിക്കും കാടിന്റെ ഉള്ളിലാണ്. ശരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാൻ പറ്റും. ആ ഒരു ചീവീടിന്റെ സൗണ്ട്. അപ്പോൾ അതിലുപരി എനിക്ക് പറയാനുള്ളത്, അപ്പൊ സൗണ്ട് കണ്ടില്ലേ? നല്ല വൃത്തിയായിട്ടുള്ള സൗണ്ട്. പക്ഷെ അതിലുപരി എനിക്ക് സങ്കടമായ ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഫോറസ്റ്റ്, നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഫോറസ്റ്റിൽ പെട്ടൊരു ഫോറസ്റ്റാണ് നമ്മുടെ മലമ്പുഴ ഫോറസ്റ്റ്. അപ്പോൾ അതിൽ കണ്ടില്ലേ ഗാർബേജസ് ഒക്കെ ഇട്ടിട്ട് ആകെ കുളമാക്കി കിടക്കുകയാണ് നമ്മുടെ ടൂറിസ്റ്റുകൾ വന്നിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു ഫോറസ്റ്റിനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല ആരും. കാരണം ഇതൊക്കെ ശരിക്കും നമ്മളെ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു നമ്മൾ മോശമാക്കാൻ പാടില്ല. അപ്പോൾ പാടി ഫുഡ് ആൻഡ് ട്രാവൽ ടെക്കിൻ്റെ പേരിൽ എനിക്കൊരു അപേക്ഷയുള്ളൂ എല്ലാ ആൾക്കാരോടും, ഞങ്ങളടക്കം എല്ലാ ആൾക്കാരോടും. നമ്മൾ ഫോറസ്റ്റിൽ ഒരിക്കലും ഗാർബേജസോ ബോട്ടിൽസോ മറ്റു കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. കാരണം ഫോറസ്റ്റ് എന്നുള്ളത് എല്ലാവരുടെയും സ്വത്താണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മാത്രമായിട്ടല്ല, എല്ലാ പബ്ലിക്കിൻ്റെയും എല്ലാവരുടെയും ഓൺ സ്വത്താണ്. നമ്മളുടെ എല്ലാവരുടെയും സ്വത്തായിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അതുപോലെ നമ്മൾ ഫോറസ്റ്റിനെയും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിൻ്റെ പേരിൽ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഫോറസ്റ്റ് ആയാലും ശരി എല്ലാം വേസ്റ്റ് ഇടാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ വളരെ സങ്കടമായ ഒരു കാഴ്ച എനിക്കിപ്പോൾ കാണാൻ പറ്റിയത്. പിന്നെ നമുക്കിത് അവിടെ ഒരുപാട് കാലം പഴക്കമുള്ളൊരു വള്ളി കണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. എന്താ അവസ്ഥ അല്ലേ? ഇപ്പം നമ്മുടെ ഗൈസ്, നമ്മുടെ ഇപ്പോൾ രഞ്ജും മനോജൊക്കെ നോക്കി നിൽക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ? ഒരു മീറ്റർ നീളമുള്ളൊരു മലയണ്ണാനെ നമ്മൾ കണ്ടു കഴിഞ്ഞു.
മരത്തിൻ്റെ ഏറ്റവും മുകളിൽ ഏകദേശം 1 മീറ്ററിൽ കൂടുതൽ നീളമുള്ളൊരു മലയണ്ണാൻ അതാതാ ഇരിക്കണം. ആ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുക. വളരെ റെയറായിട്ടുള്ളൊരു കാഴ്ചയാണിത്. വളരെ റെയറായിട്ടുള്ളൊരു കാഴ്ചയാണ്. എപ്പോഴും കാണാൻ പറ്റാത്ത ഒരു ജീവിയാണത്. കണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എപ്പോൾ വന്നാലും ഏത് സമയത്തും ഫോറസ്റ്റിൽ കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു ജീവിയാണ് ഇപ്പോൾ മലയണ്ണാൻ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ എവിടെയും കാണാനൊന്നുമില്ല അതിനെ. അപ്പം എന്നാൽ നമുക്ക് അടുത്തത് ഈ വള്ളി നോക്കാം അല്ലേ. നമ്മുടെ വള്ളി ഒരുപാട് കാലം പഴക്കമുള്ളൊരു വള്ളിയാണെന്നാണ് നമ്മൾ കാഴ്ചയിൽ അറിയുന്നത്. അതെ, ഊഞ്ഞാലാണ് ശരിക്കും അല്ലേ? ഞാൻ ഊഞ്ഞാലാണ്. ഇതിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാം. അപ്പൊ നമുക്കൊന്ന് കയറി നോക്കാം. ആൾക്കാർ കയറിയിട്ട് നല്ല പോളിഷ് ചെയ്ത പോലെ ഇല്ല. മനോജ് കയറാ. ഇതിലിപ്പോ വലിയ വലുട്ടത്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ആര് വന്നാലും സുഖമായിട്ട് ഇതിന് മേലേക്ക് മണ്ടയിലേക്ക് കയറാം. അത്രയും നല്ലൊരു സ്ലോപ്പിലൂടെയാണ് ഈ വള്ളി വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് വർഷങ്ങൾ പഴക്കം ചെന്നൊരു വള്ളിയാണിത്. അപ്പൊ നമ്മള് കൂടുതൽ ഇവിടെ സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. ഇനിയിപ്പോ നമ്മുടെ സബ്സ്ക്രൈബറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ അങ്ങോട്ട് വണ്ടി എടുക്കാം അല്ലേ? ഓക്കെ. എത്ര നേരം പിടിച്ച് നിൽക്കാൻ പറ്റില്ല. മനോജ് കയറില്ലേ? ഇല്ലല്ല, ഞാൻ അവിടെ നിന്നോളാം. മുൻപെടുത്ത് കയറാൻ പറ്റില്ല. ആയിക്കോട്ടെ. ശരി. അപ്പൊ നമ്മൾ ഈ പ്ലേസിൽ വന്നപ്പോൾ അസാധാരണമായിട്ട് മലയണ്ണാനെ കണ്ടു. 2 കളറാണ് മലയണ്ണാനെ, അതായത് ബ്രൗണും ബ്ലാക്കും. ഒരു മീറ്റർ അല്ല, 1 മീറ്റർ കൂടുതലുണ്ട്. ചാടുന്ന സീൻ കണ്ടല്ലേ? അപ്പൊ നമുക്കിന്ന് തിരിക്കല്ലേ? ഓക്കെ. ഓരോരോ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് ഓപ്പോസിറ്റില്. വളരെ ശ്രദ്ധിച്ച് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കാണാനുമില്ല. ഇതിലിപ്പോ നല്ല വെയിലുണ്ട്, എന്നാൽ ചെറുതായിട്ട് മഴയുണ്ട് ഇവിടെ. റോഡ് ഫുള്ളായി നനഞ്ഞു. ഇവിടേക്ക് നല്ല മഴ. പക്ഷെ ഓരോ കിലോമീറ്റർ ആണ് ഇത് മാറുന്നത്. ഇവിടെ ചെറുതായിട്ടൊന്ന് കടത്താൽ മതി മഴ പെയ്യാൻ. അതെ. ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റ് ആയില്ലേ? നല്ല മഴ പെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഏകദേശം ഡാമിന്റെ ഒരു സൈഡിലൂടെയാണ് നമ്മളിപ്പോ പോയോണ്ടിരിക്കുന്നത്. നല്ലൊരു മലമ്പുഴ ഡാമിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സൈഡാണെന്ന് വേണമെങ്കിൽ പറയാൻ. ഇത് കാരണം മലമ്പുഴ ഡാമിന്റെ സ്റ്റാർട്ടിംഗ് സൈഡ്. ഒരു മൈല് കംപ്ലീറ്റ് മഴയും വെയിലും കൊണ്ട് ഒരു ഉണക്ക മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ അതൊന്നൊരു കുടച്ചിൽ കുടഞ്ഞപ്പോൾ അത് വീണ്ടും നമ്മുടെ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക് പീലി വിടർത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാ പറയുന്നുണ്ട്. വിടർത്താനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ വീണ്ടും അത് വിടർത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷ ഞങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മയിൽ പീലി വിടർത്തി ഞങ്ങൾക്ക് പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ക്യാമറയിലേക്ക് പീലി വിടർത്തി തന്നിരിക്കുകയാണ്. അതെ അതന്നെ. കറക്റ്റ്. മതി. വളരെ കറക്റ്റായി. താങ്ക് യു ആൺമയിലേ. ഞങ്ങളെ കണ്ട് മയിലിന് മടുത്ത്. ഞങ്ങൾക്ക് മയിലിന് മടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ മെല്ലെ മൂവിയാണ്.
നമ്മൾ ആനക്കൽ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 1-2 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ വീടെത്താൻ. സബ്സ്ക്രൈബറിന്റെ ഇടം എത്താൻ. അപ്പോൾ ഏകദേശം ഇപ്പോൾ വീടുകളൊക്കെ കണ്ടു തുടങ്ങി. ഫോറസ്റ്റിൽ നിന്നും വിട്ട് വീടുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ കോൾ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബർ കോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് നമ്മൾ മലയണ്ണാൻ, മയില് എല്ലാം മാ വെച്ച് തുടങ്ങുന്നതിനാണ് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ നമ്മൾ വന്ന സമയത്ത് തന്നെ എല്ലാം നമുക്ക് വേണ്ടിയിട്ട് എല്ലാം സാഹചര്യങ്ങളും എല്ലാം നമുക്ക് വേണ്ടി തയ്യാറെടുത്തു. നമ്മുടെ വഴിയിൽ ഇടയിൽ മഴ, ഇടയിൽ വെയില്, ഇടയിൽ മഴ, ഇടയിൽ വെയില്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൃഗങ്ങളൊക്കെ ചിലപ്പോ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. നനഞ്ഞവരൊക്കെ ഉണങ്ങാൻ വേണ്ടി വെയിലത്ത് നിൽക്കണു. ഉണങ്ങിയവരെല്ലാം നനയാൻ വേണ്ടി കാട്ടിലേക്കും പോയിരിക്കും. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബറെ വീട് എത്തുന്നില്ല കേട്ടാ. ഇങ്ങനെ ഇപ്പൊ 2 കിലോമീറ്റർ ഇപ്പൊ കുറെ പോണു. മനോജിന് മലയണ്ണാനെ കിട്ടാത്തതിന്റെ ഒരു ചെറിയൊരു വിഷാദമുണ്ട്. അതെ, നമ്മുടെ സബ്സ്ക്രൈബർ കഴിഞ്ഞു പോയി. അപ്പൊ നമുക്ക് വണ്ടി നമ്മളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. റിവേഴ്സ് പറ്റേ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറെ വീട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ്. നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് ഗേറ്റ് ഒക്കെ തുറന്ന് അതെ രാവിലെ മുതലേ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബറുടെ വീട്. അപ്പൊ നമ്മളെ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ കട്ട സബ്സ്ക്രൈബർ മോനിഷാണ് ഇത്. അപ്പൊ മോനിഷ് നമുക്ക് ഇവിടെ ഒരു സ്ഥലം ഒരുക്കി തന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ചിക്കൻ ഫ്രൈഡ് റൈസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മോനിഷ് ഈ നാട്ടില് ജനിച്ചതൊക്കെ ഈ നാട്ടിൽ തന്നെ അല്ലേ? ജനിച്ചതൊക്കെ ഈ നാട്ടിലാണ്. പക്ഷെ ജോലി ഇവിടെ അല്ല. ജോലി എവിടെ ശരിക്കും? ബാംഗ്ലൂര്. മോനിഷ് ബാംഗ്ലൂരാണ്. മോനിഷ് എന്താണ്? ഞാൻ ലിഫ്റ്റ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബാംഗ്ലൂര്. ഓക്കെ. അപ്പൊ മോനിഷ് ലിഫ്റ്റ് ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ലിഫ്റ്റ് സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് മോനിഷിനെ ഏൽപ്പിക്കാം. നമ്മുടെ പാടിയിലൊരു ലിഫ്റ്റ് ഉണ്ട്, അത് വേറെ കാര്യം അല്ലേ? നമ്മളെ ഉണ്ടാക്കിയൊരു ലിഫ്റ്റ് ഉണ്ട്. അപ്പൊ മോനിഷ നമുക്കിന്ന് എങ്ങനെയാണ് സ്ഥലം? നല്ല സ്ഥലമാണോ അല്ലേ? കുക്ക് ചെയ്യാൻ പറ്റിയ പുഴയാണ്, വേലകമ്പറ്റ പുഴ എന്ന് പറയുന്നത്. അതെ, മയിലടി പുഴ അറിയപ്പെടുന്ന ഒരു സ്ഥലം. അത് മോനിഷിന്റെ അച്ഛനാണ്. മോനിഷിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. സൈഡ് നോക്കിയിട്ട് ചെയ്യാം. ഏതാണ് സ്ഥലത്തിന് നമ്മളിപ്പോ കുക്ക് ചെയ്യാൻ പോണ സ്ഥലം? ഏതാണ് സ്ഥലം? വേലകമ്പറ്റ പുഴ എന്ന് പറയും. വേലകമ്പറ്റ പുഴയാണ് നമ്മളിന്ന് പോകുന്നത് ഇടം. നമുക്കൊന്നും അറിയില്ല. നമ്മുടെ മോനിഷ് നമ്മളെ കൊണ്ടുപോകണം. അപ്പൊ നമുക്കിന്ന് ഇറങ്ങല്ലേ മനുഷ്യൻ? അപ്പൊ നിങ്ങൾ ബൈക്കിൽ വരുമല്ലേ? അപ്പൊ 2 പേര് ബൈക്കിൽ വരികയാണ്. നമ്മള് ബാക്കിയുള്ളവരൊക്കെ കാറിൽ പോകണം. സുബിനും മോനിഷിന്റെ ഫ്രണ്ടുമാണ് നമ്മൾക്ക് എസ്കോർട്ട് തന്നിരിക്കുന്നത്. നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഉള്ള എക്സ്പോർട്ട് അവരാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താവെന്ന് അറിയില്ല. സ്ഥലം എങ്ങനത്തെ ലെവലിലാണെന്ന് നമുക്ക് നേരിട്ട് കണ്ടറിയാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കാം. പശു എങ്ങനെ നമ്മളെ വിടാത്തൊരു എങ്ങനെ നിൽക്കുകയാണ് നമ്മളെ വിടാണ്ട്. ഇത് അപ്പുറത്ത് വരുന്ന റിസോർട്ട്. അപ്പൊ നമ്മൾ ഏകദേശം ഇപ്പൊ പുഴയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മള് വണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാം. അപ്പൊ നമ്മള് ബ്ലോഗ് എടുക്കുന്നത് സ്പോട്ട് വരെ വണ്ടി പോവില്ല. അപ്പൊ നമുക്കിനി ഇറങ്ങിയിട്ട് എന്താണെന്ന അവസ്ഥ നമുക്ക് നോക്കാം. എത്തിക്കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടത്തിന്റെ ചെറിയൊരു സൗണ്ടൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതെ, മലയിൽ നിന്നും വെള്ളം അങ്ങനെ സൗണ്ടാണ്. ഡാമിലേക്ക് വെള്ളം വരുന്ന വെള്ളം വരുന്ന ഒരു പല പുഴകളിൽ ഒരു പുഴയാണ് അല്ലേ? ഡാമിലേക്ക് വെള്ളം വരുന്ന പല അരുവികളിൽ ഒരു അരുവിയാണ് ഈ അരുവി. വേനൽക്കാലം നല്ല കഠിന വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമില്ല. വളരെ വളരെ കുറച്ച് മാത്രം വെള്ളം ഒരു അരുവി പോലെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷെ അതൊന്നൊരു വെള്ളം എന്ന് പറയാൻ പറ്റില്ല അല്ലേ?
ഇതെല്ലാം കത്തിക്കാനുള്ള സാധനം എൻ്റെ കയ്യിലാണ്. ഞാനവിടെ എത്തിയിട്ടില്ലാന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് പുകയില്ല. ചാടാൻ നമ്മള് എല്ലാവരും കൂടി കാറിൽ നിന്നും എല്ലാ സാധനങ്ങളും ഏറ്റി പിടിച്ച് നമ്മുടെ അരുവിക്ക് അടുത്ത് കൊടുന്ന് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അടുപ്പ് കൂട്ടുക. അടുപ്പ് കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിങ്ങിലേക്ക് എൻ്റർ ചെയ്യാം അല്ലേ മോനിഷ? അപ്പോൾ മോനിഷ ഇന്നിപ്പോൾ നമുക്ക് മോനിഷാണ് നമ്മുടെ നേതൃത്വം വഹിക്കുന്നത് കുക്കിങ്ങിൽ. മോനിഷിൻ്റെ ഫ്രണ്ട്സ് എൻ്റെ പേര് മിഥുൻ ആദിഷ്. മോനിഷ്, മിഥുൻ, ആദിഷ് ഇവരാണ് ഇന്നത്തെ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിൻ്റെ നമ്മുടെ കുക്കിങ്ങിൽ മുൻകൈ എടുത്ത് നമുക്ക് ഈ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് തന്ന് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് അടുപ്പ് കൂട്ടല്ലേ? ശരി. അപ്പോൾ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിൻ്റെ നമ്മുടെ ഔട്ട് സൈഡിൽ നിന്ന് ഉണ്ടാക്കാൻ വെച്ച ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ അടുപ്പ് ഇവിടെ കൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുപ്പ് കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇവിടെ ഇഷ്ടംപോലെ കല്ലുകളുണ്ട് നമ്മുടെ ഈ പുഴയിൽ. ഒക്കെ റൗണ്ട് ഷേപ്പിലുള്ള കല്ലുകളാണ്. അപ്പോൾ ഒരു ചെറിയൊരു അടുപ്പ് നമ്മളിവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ നമ്മുടെ ഈ അരുവിയിൽ തന്നെ കഴുകി വൃത്തിയാക്കാം. ചിക്കൻ കഴുകിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. ചിക്കൻ കഴുകാൻ നല്ല പരന്നൊരു കല്ലിട്ടില്ല ഇവിടെ. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോ. കവറ് മാറ്റി വെച്ച് വെള്ളത്തിലിടണ്ട. നമ്മള് സത്യം പറഞ്ഞ കോഴി ഇത്രയും ഒരു സൗകര്യത്തിൽ നമ്മൾ പാടിയിലോ വേറെ എവിടെയും നമ്മൾ ചെയ്തിട്ടില്ല. അതെ, നമ്മൾ പാടിയിൽ നിന്ന് വരുമ്പോൾ ഇത്രയും നല്ലൊരു ലൊക്കേഷൻ കിട്ടും നമ്മൾ വിചാരിച്ചില്ല. ഇഷ്ടംപോലെ വെള്ളം. ഇതിപ്പോൾ നമുക്ക് ഈ കോഴി നല്ലപോലെ കഴുകിയിട്ട് ഇത് ബോൺലെസ് ആക്കാം അല്ലേ? കാരണം നമ്മുടെ ഫ്രൈഡ് റൈസിന് ബോൺലെസ് അല്ലേ വേണ്ടത്? എത്ര നേരം വേണമെങ്കിലും കഴുകാം, എത്ര വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം മലയിൽ നിന്നും വരുന്ന നല്ല വൃത്തിയായിട്ടുള്ള വെള്ളമാണ്. അതെ, നമ്മൾ ഫ്രൈഡ് റൈസിൽ നിന്ന് അരി വെക്കുന്നതും ഈ വെള്ളത്തിൽ തന്നെയാണ്. കാരണം തികച്ചും നമ്മൾ നാച്ചുറൽ ആവാൻ പോകും. നമ്മൾ പാടിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇതിൽ വെക്കാം. ഈ വെള്ളത്തിൽ നിന്ന് ചോറ് വെക്കാൻ പറ്റില്ലേ? അതെ, ട്രൈബൽ ആൾക്കാർ കൂടുതൽ വന്നിട്ട് മലയിൽ തേനെടുക്കാൻ പല കാര്യങ്ങൾക്ക് അവർ കൂടുതൽ ചോറ് വെക്കാൻ കുടിക്കാൻ എല്ലാം ഈ വെള്ളം തന്നെ യൂസ് ചെയ്തല്ലേ? മലയിലെ ഡയറക്റ്റ് അഴുക്ക് വരുന്നേയില്ല, ഒന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ കോഴി കഴുകിയിട്ടും മതിയാവുന്നില്ല. അതെ അതെ, എനിക്ക് കഴുകിയിട്ടും മതിയാവുന്നില്ല. മതിയാക്കല്ലേ? അപ്പൊ ഇനി നമുക്കിത് ബോൺലെസ് ആക്കി മാറ്റാം അല്ലേ രഞ്ജു? ഇവിടെ സെറ്റിങ്സ് ഒക്കെ കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് എല്ല് വേറെ ദശ വേറെ ആക്കാം. ഇനി നമ്മുടെ കത്തിക്കും നമുക്ക് മൂർച്ചയാക്കാം. കാരണം എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നല്ല സൗകര്യമാണ് അല്ലേ മോനീഷ്? കല്ലുകളൊക്കെ ആകുമ്പോൾ നമുക്ക് പുതിയ ശരിക്കും നല്ലൊരു ടേബിൾ പോലെ തന്നെ ഉണ്ട്. അതായത് ഇപ്പൊ നമുക്കിത് ബോൺലെസ് ആക്കാം. നമുക്കൊരു സ്ക്വയർ പീസായിട്ട് എടുക്കാം. ചെറിയ പീസൊക്കെ എല്ല് പെട്ടാലും കുഴപ്പമൊന്നുമില്ല.
ഞാൻ പാത്രം എടുത്തു. ഏകദേശം ഇപ്പം എല്ലാം എല്ലാം നമുക്ക് ബോൺലെസ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. മതി മതി. വെജിറ്റബിൾ കട്ട് ചെയ്യാം അല്ലേ? ആദ്യം വെളുത്തുള്ളി കട്ട് ചെയ്ത് വെള്ളം വാർന്നു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഫുള്ളായിട്ടോ. മതി 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 മതി. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി. 2 ടീസ്പൂൺ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ കോൺഫ്ലവർ പൊടി, അതൊരു ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി. ഫുള്ളായിട്ട് കേട്ടോ. മതി മതി മതി. ഇനി ഒരു ഹാഫ് നാരങ്ങ ഒന്ന് ഒഴിക്കണം. ഒഴിച്ചോ. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. ആ അരമണിക്കൂറിനിടയിൽ നമുക്ക് അരി കഴുകി കുതിർത്തി വെക്കാം. പിന്നെ ഒരു 6 ഗ്ലാസ് അരി ഫുള്ളായിട്ട് ഇട്ടോ, നിറച്ചിട്ടോ, കുറയ്ക്കണ്ട. ഇല്ല 6 ഗ്ലാസ് എന്തരിയാണിത്? ബസ്മതി അരി. മതി. ഓക്കെ. നേരെ വെള്ളത്തിലങ്ങോട്ട് കഴുകുക, ശുദ്ധമായിട്ട് അങ്ങോട്ട് കഴുകുക. ഇത്രയൊരു സൗകര്യം എവിടെ കിട്ടുന്നുണ്ട് രഞ്ജു? ഇത്രയൊരു സൗകര്യം അല്ലേ? നമുക്ക് എല്ലാ ബ്ലോഗും ഇവിടെ ഒന്ന് ചെയ്താലോ? പാടിയുടെ പേരിൽ ഇവിടെ ഒന്ന് ചെയ്യല്ലേ? അതെ, അതായത് നമ്മൾ അരി കഴുകുമ്പോൾ എപ്പോഴും മുഖം കഴുകുന്ന വെള്ളം പോലെ ആവണം. അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിൽ മുഖം കഴുകണം. അത്രയും ക്ലിയർ ആയാലേ നമ്മുടെ ഫുഡ് കറക്റ്റ് ആവുള്ളൂ. ഈ അരി വേർപെട്ട് വരുമല്ലോ. അതെ അതെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതെ അതെ പശ മുഴുവൻ പോകണം. ഒരു 3 തവണ നമ്മളിവിടെ 30 തവണ കഴിയും. ഇനി ഇത് നമുക്കൊന്ന് കുതിർത്തി വെക്കാം, ഒരു 20 മിനിറ്റോളം കുതിർത്തി വെക്കാം. അപ്പൊ നമ്മുടെ അടുപ്പ് കത്തിക്കുക, അടുപ്പ് കത്തിക്കൽ ചടങ്ങ് അല്ലേ? കുറച്ച് ചപ്പൊക്കെ എടുത്തോളൂ. ഇനി അടുപ്പൊന്ന് കത്തി ഒന്ന് കനലാവട്ടെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത് റൈസ് വേവിച്ചെടുക്കാം അല്ലേ? നേരെ വെച്ചോ. വെള്ളം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. എന്നാ രഞ്ജു അരി ഇട്ടോ. ഇട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പിടാം.
ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇനിയൊരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് വാർത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് വാർത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചോറ് വാർത്ത് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അങ്ങനെ നമുക്ക് ട്രേയിൽ നമുക്ക് പരത്തി വെക്കാം വെള്ളം വാർന്നതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. മാറ്റി വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 തവണയായിട്ട് നമ്മുടെ ചിക്കൻ പാകം ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഒരു വാക്കുള്ളൂ. ഇവിടെ നമ്മുടെ പാടിനേക്കാളും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ മോനിഷ് നമുക്ക് റെഡിയാക്കി തന്നത്. കാരണം എവിടെ വേണമെങ്കിലും ഇരിക്കുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യുക, എത്ര കുക്ക് ചെയ്താലും ഇവിടെ മതിയാവില്ല. കാരണം ഇവിടെ നൈറ്റിൽ വന്നിട്ട് ക്യാമ്പ് ഫയർ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇവിടെ വന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം ഇപ്പോൾ നട്ടുച്ച ടൈമാണ്, നല്ല തണല്, മരത്തിൻ്റെ ചൂട്ടിൽ നല്ല തണലിരിക്കുക, ഒരു ചൂട് അറിയുന്നില്ല. വളരെ നല്ലൊരു പറഞ്ഞാലും തീരാത്തൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. അതേപോലെ വെള്ളത്തിൻ്റെ കാര്യം, മലയിൽ നിന്ന് ഒഴുകി വരുന്ന തണുത്ത വെള്ളം, ആ വെള്ളത്തിൻ്റെ ഒരു ആംബിയൻസ് കാരണമാണ് ഇവിടെ ചൂടില്ലാത്തത്. നല്ല കാറ്റുണ്ട്. അതെ. ഇപ്പം നമ്മുടെ ചിക്കൻ ഫസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ എടുക്കാറായി. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കോഴിമുട്ട നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒഴിച്ചോ, കുറച്ചുകൂടെ എടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് എടുത്തിരിക്കുന്നത്. വേഗം നമ്മളിപ്പോൾ 6 കോഴിമുട്ടയാണ് ഇതിലേക്ക് എടുക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും, നന്നായിട്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ കോഴിമുട്ട റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു, എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ സെറ്റിങ്ങിലേക്കാണ് ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളി എടുത്തോട്ടോ, കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒക്കെ എടുത്തോ. നമ്മുടെ കോഴിമുട്ട നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിൻ്റെ കൂടെ ഉള്ളി ഇട്ടോ.
ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം. അങ്ങനെ ഇളക്കിയോ? ഇപ്പോൾ വെളുത്തുള്ളിയും ഏകദേശം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിടണം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിടുക. വൈറ്റ് പേപ്പർ 1 ടേബിൾ സ്പൂണോളം വൈറ്റ് പേപ്പർ ഇടണം. ഇനി നമ്മുടെ ചിക്കനില്ലേ, ചിക്കൻ ഇതിലേക്ക് ഫുള്ളായി കിട്ടും. കിട്ടോ ഇടാൻ പറ്റില്ലേ? ഫുള്ളായിട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കോഴിമുട്ടയും. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചില്ലി സോസ്. പിന്നെ ഗ്രീൻ ചില്ലി സോസ് 1/2 ടേബിൾ സ്പൂൺ. ഇനി സോയാ സോസ് 1 ടേബിൾ സ്പൂൺ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ. ഇനി നാരങ്ങയാണ് നമുക്ക് അടുത്ത് ഒഴിക്കാനുള്ളത്. അങ്ങനെ ഒരു ഫുൾ നാരങ്ങ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു. ഒലിവ് ഓയിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വേണം. ഇനി നമ്മുടെ വെജിറ്റബിൾസ് ഇടാൻ തുടങ്ങാം. ഇതിലിപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മൾ 3 ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ഇതെല്ലാം നമ്മൾ ഒന്നിച്ചിടാം. നല്ലപോലെ നിളക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടു, പിന്നെ കോഴിമുട്ട ഇട്ടതിന് ശേഷം എല്ലാ വെജിറ്റബിൾസും ഇട്ടു. ഏകദേശം 1 മിനിറ്റോളമായി. ഇനി നമുക്കിത് വേറൊരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാന് വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ 6 ഗ്ലാസ് അരി നമുക്കിതിൽ കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ 2-3 തവണയായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അല്ലേ? അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം ആദ്യം. ഇനിയിപ്പോൾ നമ്മളൊരു 2-3 തവണയായിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് ഇടാം. മതി. വേണ്ട മതി. ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്കിത് ഒരു സർവിങ്ങിലേക്ക് മാറ്റാം, നമ്മുടെ അറേഞ്ച്മെൻറ്റിലേക്ക് മാറ്റാം. അതങ്ങോട്ട് മാറ്റി വെച്ചോ. ഇതിപ്പോൾ ബാക്കി നമുക്കുള്ളൊരു ബാക്കി പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ തീ ഇങ്ങനെ കത്തിച്ചിട്ട് പോകാൻ പറ്റില്ല. ഇത് എന്തായാലും കെടുത്തണം. എന്നാൽ വെള്ളം എടുത്ത് നല്ലപോലെ ഒന്ന് കെടുത്തണം. അപ്പോൾ കെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കും. അപ്പോൾ നമ്മളെല്ലാം കെടുത്തി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ
ഇവിടുന്ന് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അറേഞ്ച്മെന്റിലേക്കാണ് കിടക്കുന്നത്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞിട്ട് തയ്യാറായ സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു സീന്, കുറച്ചുകൂടി നല്ല ഒരു ആംബിയൻസിന് വേണ്ടി ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പാറക്കല്ല് ഞങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ, ഈ പാറക്കല്ലിൽ നമ്മുടെ റൈസ് വെച്ചിട്ട് ആ വെള്ളത്തിൽ നിന്ന് ടേസ്റ്റ് ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. വെള്ളത്തിൽ നിന്ന് കഴിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എത്രത്തോളം വെള്ളത്തിൽ നിന്ന് കഴിച്ചാൽ ടേസ്റ്റ് കിട്ടും, വെള്ളത്തിൽ നിൽക്കാതെ കഴിച്ചാൽ എത്ര ടേസ്റ്റ് കിട്ടും, വെള്ളത്തിൽ നിന്ന് കഴിച്ചാൽ എത്ര ടേസ്റ്റ് കിട്ടും എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ കണ്ടറിയാം. അപ്പോൾ മോനിഷ റൈസ് കൊണ്ടോ നോക്കിയിട്ട് കല്ലിനൊക്കെ ശ്രദ്ധിച്ചിട്ട്. മോനിഷ ഒന്നും പേടിക്കാനല്ല. ട്രേതാ റെഡി. ഇനി നമുക്ക് ഈ ട്രൈയോടെ സെറ്റ് ചെയ്യാം. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ അവസാന അറേഞ്ച്മെന്റിലേക്ക് ഇനി ഒരു സാധനം കൂടി മിക്സ് ചെയ്യാനുള്ളൂ. അത് നമ്മുടെ മോനിഷ ഇടും, മല്ലിയില. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചുറ്റും വെള്ളമാണ്. വെള്ളത്തിൻ്റെ സെൻറ്ററിൽ ഒരു കല്ല്, അതിൻ്റെ മുകളിലാണ് ഇപ്പം നമ്മളിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഫോമിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കടും വേനലാണ് അല്ലേ? കടും വേനലിലടക്കം ഈ രൂപത്തിൽ വെള്ളമുണ്ട്. അതെ, നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിരുന്ന് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലേ മോനിഷ? ശരി, ടേസ്റ്റ് ചെയ്ത് നോക്ക്. എടുക്ക്. എങ്ങനെയുണ്ട് മോനിഷ? എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ്? എങ്ങനെയുണ്ട്? സൂപ്പർ. കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. അപ്പൊ ഇനി നമുക്കൊന്നും ടേസ്റ്റ് ചെയ്യല്ലേ മനോജ്? നമ്മളിതിന്റെ എപ്പോഴും ടേസ്റ്റ് ചെയ്യുന്നില്ല, രണ്ടോ പ്രാവശ്യം ഒഴിക്കുന്നത്. കഴിച്ചിട്ട് എങ്ങനെ പറയാം? മോശമാണെന്ന് പറയാം. മോശമാണെങ്കിൽ നമുക്ക് നന്നാക്കി എടുക്കാം. മോശമാണെങ്കിൽ പറയാം, നന്നായിട്ട് പറയാം. ചിക്കൻ ഫ്രൈഡ് റൈസ് പൊളി. അതെ. അപ്പൊ പാലക്കാട് കഴിഞ്ഞ് മലമ്പുഴ എത്തിയപ്പോൾ നമ്മൾ 2 ചാൻസാണ് നമുക്ക് കിട്ടിയത്. മലമ്പുഴയുടെ ആ സൈഡും പിന്നെ ഈ ആനക്കൽ സൈഡും. അപ്പൊ നമ്മുടെ മോനിഷ് നമ്മളെ ആനക്കലിലേക്ക് വിളിച്ചപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിന്റെ ഈ ഒരു അന്തരീക്ഷത്തിൽ കുക്ക് ചെയ്തപ്പോൾ 100% സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ വന്നത് എന്തായാലും വളരെ അടിപൊളി. അപ്പൊ മോനിഷ് ഇനി വരും കാലത്ത് നമ്മളെ ഇനി വിളിക്കില്ലേ ഒരു നല്ലൊരു ലൊക്കേഷനായിട്ട്? അതെ, ഓക്കെ ശരി. അപ്പോൾ അതിൻ്റെ പേരെന്നാ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഈ ഫ്രൈഡ് റൈസ് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കണം, എന്നിട്ട് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ അവസാനമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെയും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിൻ്റെ ബൈ. അപ്പോൾ നമുക്കിന്ന് ബാക്കിയുള്ള പാത്രത്തിലേക്ക് സെർവ് ചെയ്യല്ലേ? ഈ ഫോറസ്റ്റിന്റെ ആംബുലൻസിൽ ഇരുന്ന് കഴിക്കാൻ അടിപൊളിയിട്ടുണ്ട്. ഫുഡിനെ കുറിച്ച് വേറെ എന്തായാലും കാരക്കട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. അത് ഇത്രയും വെള്ളത്തിനടക്കിയ ഇങ്ങനത്തെ ഫുഡ് ഈ ചാങ്ങാത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റുന്ന അനുഭവമാണ്. എന്തായാലും നമ്മളൊരു AC ഇരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ ഉണ്ട്. ഈ നമ്മുടെ ഇപ്പോഴത്തുള്ള ചൂടിനെ അല്ലേ, ആ പാലക്കാട് ചൂടിന് നമ്മളിവിടെ വന്നപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. പിന്നെ ഭക്ഷണമായാലും യാത്രയായാലും എന്താ പറയാ, സൂപ്പറായിരുന്നു. കിടന്നുറങ്ങിപ്പോ നല്ല ക്ലൈമറ്റും നല്ല തണുത്തിട്ട് വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. നല്ല സൂപ്പറായി, നല്ല റെസ്പോണ്ട് ഉണ്ടോ? ഇതുവരെ കഴിക്കാൻ സൂപ്പറായി ഫുഡ്, ഒരു രക്ഷയുമില്ല. സൂപ്പർ ഫുഡ്, ഗംഭീരം, വളരെ സൂപ്പറായി. മോനിഷാത്തിലേക്ക് പോകണം. മോനിഷാത്തൻ കട്ടക്കലിപ്പിൽ കഴിക്കുക. എന്താ മോനിഷേട്ടാ പറയുന്നത്? എങ്ങനെയുണ്ട്? നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ളൂ, ഫുഡ് നിങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നേരിട്ട് കഴിച്ചതിന് സന്തോഷം. നന്നായിട്ടുണ്ട് ഫുഡ്, സൂപ്പറായിട്ട്. നിങ്ങൾക്ക് ഹാപ്പി അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി.